മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ പൗലോസ് കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം നമുക്ക് എടുക്കാം. Letter to Colossians chapter 3 verse 15. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. 2 കൊച്ചു പെൺകുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വഴക്കുണ്ടാക്കി. ഒരു കുട്ടി മറ്റേ കുട്ടിയെ ഒന്ന് അടിക്കുകൂടി ചെയ്തോടെ പ്രശ്നം രൂക്ഷമായി. അടികൊണ്ട കുട്ടിയുടെ അമ്മ ഉടൻ വഴക്കുമായി മറ്റേ കുട്ടിയുടെ വീട്ടിലെത്തി. അവരാകട്ടെ തികഞ്ഞ സാമർത്ഥ്യക്കാരിയായിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് അവിടെ കലഹമുയർന്നു. ചീത്തവിളിയിൽ അവരുടെ ഭർത്താക്കന്മാർ കൂടെ പങ്കുചേർന്നപ്പോൾ പ്രശ്നം രൂക്ഷമായി. പക്ഷേ തൊട്ടടുത്ത നിമിഷം അവരൊരു കാഴ്ച കണ്ടു. അവിശ്വസനീയമായ കാഴ്ച. ആ വഴക്കാളികളായ പെൺകുട്ടികൾ രണ്ടും വീണ്ടും ഒന്നിച്ചിരിക്കും. അവര് കളിക്കുകയാണ്. മുതിർന്നവർ ലജ്ജിതനായി തിരിച്ചുപോയി. അതെ, കുഞ്ഞുണ്ണി മാഷ് പറയുന്നുണ്ട്, കലവില കൂട്ടും പാത്രങ്ങൾ കലഹിക്കില്ല പുഷ്പങ്ങൾ. അതെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയ ചെറിയ പ്രശ്നങ്ങള്, ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. എന്നാൽ അത് നീണ്ടു നിർത്തി അതിനെ ഒരു വലിയ പ്രശ്നമാക്കി മാറ്റുന്നത് തികച്ചും തെറ്റാണ്. അതിന് പെട്ടെന്ന് തന്നെ രമ്യതയിലേക്ക് കടന്നു വരുവാൻ കുഞ്ഞുങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വഴക്കുകൂടി പിറ്റേ നിമിഷം അവർ സ്വന്തമായി. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മക്കളായ നമ്മൾ ഒരുപക്ഷെ കുടുംബജീവിതത്തിലാവാം, അല്ലെങ്കിലാവാം, ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അത് നീട്ടിവെച്ച് കുളമാക്കാതെ എത്രയും വേഗം രമ്യപ്പെട്ട് സ്നേഹത്തോടെ കഴിയുവാൻ ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ്. അങ്ങനെ ആ ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയത്തെ എപ്പോഴും ഭരിക്കണം. അത് വിട്ടുപോകുന്ന നിമിഷം ഉണ്ടാവരുത്. ഞാൻ പറയും, ദമ്പതികൾ സൂര്യാസ്തമയം കഴിഞ്ഞാലും കിടക്കപ്പായി ചെല്ലുന്നതിന് മുമ്പ് എല്ലാം പറഞ്ഞു തീർക്കണം. ഒരു പ്രശ്നവുമായി മുന്നോട്ട് പോകരുത്. അയൽവക്കമാകട്ടെ, സഹോദരങ്ങളാവട്ടെ, രമ്യപ്പെട്ട് ജീവിക്കുവാൻ താല്പര്യമെടുക്കണം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.